യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ യമനിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ് സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമം തുടരുകയാണെന്നും എംബസി പറയുന്നു. ജലീൽ കണ്ണമംഗലം റിയാദിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, നമ്മൾ ഇന്ന് കേട്ടതാണ് നിമിഷപ്രിയയുടെ തന്നെ ഒരു ശബ്ദ സന്ദേശം. അതിൽ പറയുന്നു തനിക്കൊരു ഫോൺ കോൾ വന്നു, അതിൽ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് അത് തീരുമാനിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നിമിഷപ്രിയയുടെ ശബ്ദത്തിൽ തന്നെ കേട്ടത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ എംബസി എന്താണ് മറ്റൊരു കാര്യം പറയുന്നത്? ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രജിൻ തന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഓർഡർ ജയിലിൽ ലഭിച്ചു എന്ന് നിമിഷപ്രിയ പറയുന്ന ഒരു സന്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ഇത് സംബന്ധമായ ചർച്ച വന്നത്. പെരുന്നാളിന് ശേഷം വധശിക്ഷ നടപ്പാക്കുമെന്ന ഒരു ആശങ്ക നിമിഷപ്രിയ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ നാം റിയാദിലുള്ള ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് സംബന്ധമായ ഒരു അറിയിപ്പും ഇതുവരെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നാണ് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. യമനിൽ നിന്നോ നിമിഷപ്രിയ കഴിയുന്ന ജയിലിൽ നിന്നോ ഇത് സംബന്ധമായ ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമം എംബസിയുടെ ഭാഗത്തു നിന്നും മറ്റും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ് എന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയ ഏറെ വിഷമത്തോടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. വളരെ പ്രയാസത്തോടെയാണ് ജയിലിലുള്ളവർ തന്നോട് സംസാരിച്ചത് എന്ന് നിമിഷപ്രിയ ഈ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനാണ് ഈ ശബ്ദ സന്ദേശം ലഭിച്ചത്. ഇത് സംബന്ധമായിട്ട് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്ന് ഈ കേസിൽ ഇടപെടുന്ന സാമുവൽ ജെറോമും പറയുന്നുണ്ട്. ഇപ്പോൾ അവധിയാണ് യമനിലൊക്കെ. എന്നാൽ വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ മോചനദ്രവ്യം കൈമാറേണ്ടതുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ സജീവമായ ഇടപെടൽ ആവശ്യമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഏതായാലും 2017 യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിൽ നിമിഷപ്രിയ ജയിലിലായത്. ജലീൽ കണ്ണമംഗലമാണ് വിശദാംശങ്ങൾ നൽകിയത് റിയാദിൽ നിന്നും. എന്തായാലും നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഇന്ത്യൻ എംബസി പറയുന്നത് അത്തരത്തിലൊരു വിവരങ്ങളൊന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇപ്പോഴും ആ മോചന ശ്രമം തുടരുകയാണ് എന്നാണ് എംബസി വ്യക്തമാക്കുന്നത്.